ഫോട്ടോഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചില ഇമ്പ്യൂരിറ്റീസും മറ്റും ഉണ്ടെങ്കിൽ, ചില ചിത്രങ്ങളിൽ ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുള്ള ചില മാർക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കാനുള്ള ഉപാധികളായിട്ട് നമ്മൾ മുന്നേ 2 ടൂളുകൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും ഹീലിംഗ് ബ്രഷ് ടൂളും പഠിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആ സെറ്റിലുള്ള മറ്റൊരു ടൂളാണ് എന്താ പറയാ, പാച്ച് ടൂൾ. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂള് ഒരു ചെറിയ ഏരിയയെ, ഒരു സ്പോട്ടിനെ ബേസ് ചെയ്യുമ്പോൾ, ഹീലിംഗ് ബ്രഷ് ടൂള് കുറച്ചും കൂടി വലിയ ഏരിയയെ ബേസ് ചെയ്തിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ, പാച്ച് ടൂള് കുറെ കൂടി വലിയ ഏരിയയെ ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് പാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ചിത്രത്തിൽ, ഇവിടെ ഈ കാണുന്ന ഇതിന്റെ നെറ്റിയിൽ കാണുന്ന കുറെ പാച്ചസ് ഉണ്ട്. ഈ പാച്ചസിൽ നമ്മൾ അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ചിത്രത്തിന്റെ നല്ല ഭാഗത്തേക്ക്, ചിത്രത്തിൽ ഈ ഇടത്ത് വരേണ്ട കളറിന്റെ ഭാഗത്തേക്ക് ഒന്ന് നീക്കി വെക്കുക. അതിങ്ങനെ നീക്കി വെക്കുക. 2-3 തവണ ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചിത്രത്തിന്റെ അത് പോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നമുക്ക് സെലക്ഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. കീബോർഡിൽ Ctrl+D പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ചിത്രത്തിന്റെ, അപ്പൊ ഞാൻ അവിടെ അത് കംപ്ലീറ്റ് പാച്ച് ചെയ്തു. അപ്പോൾ ചിത്രത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ചിത്രത്തെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതാണ് ഈ ടൂളിന്റെ വലിയ ഉപയോഗം. ഇത് കൂടാതെ ഇതിന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മൾ സെലക്ഷൻ ടൂളിൽ ഉണ്ടായിരുന്ന ന്യൂ സെലക്ഷൻ, ആഡ് ടു സെലക്ഷൻ പോലുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അതുകൂടാതെ പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് സോഴ്സ്, 2 ഡെസ്റ്റിനേഷൻ. ഇതെന്താ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇപ്പൊ നമ്മള് സോഴ്സിലാണ് നിലനിൽക്കുന്നത്, നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് നിലനിൽക്കാൻ നമ്മൾ ഏത് ഭാഗമാണോ നമ്മൾ ആവേണ്ടത് ആ ഭാഗത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്തു നിന്നാണ് വരേണ്ടത് ആ ഭാഗത്തേക്ക് നീക്കി വെക്കുന്ന രീതിയാണ് സോഴ്സ്. എന്നാൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ട സംഗതിയെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഭാഗം ഈ ഇതിലേക്ക് ഇങ്ങനെ നീക്കി വെക്കാം. അപ്പോൾ അവിടെ പാച്ച് ചെയ്യാണ് ഉണ്ടാവുന്നത്. ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ട് നേരത്തെ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് സെലക്ട് ചെയ്തിട്ട് ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുവച്ചു. ഡെസ്റ്റിനേഷൻ ആവുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ഭാഗത്ത് നിന്ന് സെലക്ഷൻ വന്നിട്ട് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക. ഇതാണ് 2 തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇങ്ങനെയാണ് ഈ ടൂൾ വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിൽ ട്രാൻസ്പെറന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ഭാഗം അല്ലെങ്കിൽ കൊണ്ടുപോയി വെക്കുന്ന ഭാഗത്തും ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ഭാഗം നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. പാച്ചിങ്ങിന് സാധാരണഗതിയിൽ ട്രാൻസ്പെറൻസി വരുന്നത് ഒരു കൊളാഷ് ഇഫക്റ്റ് ലഭിക്കുന്നതിനൊക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മറ്റൊരു ചിത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഇടത്തു നിന്നോ ഒരു ചിത്രത്തിന്റെ ഭാഗമോ മറ്റോ വേറെ ഇടത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ട്രാൻസ്പെറന്റ് ബേസ് ആയിട്ട് നിലനിൽക്കുന്നു എന്നർത്ഥം. നോക്കാം നമുക്ക്. ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ ഞാൻ ഈ ഫേസിന്റെ ചെറിയൊരു ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം ഡെസ്റ്റിനേഷൻ സ്വീകരിച്ച് ട്രാൻസ്പെറൻസും സ്വീകരിച്ചുകൊണ്ട് ഇതിനെ മറ്റൊരിടത്തേക്ക് നീക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് നീക്കുന്നത്. നോക്കാം, ഇതിനെ ഇങ്ങോട്ട് നീക്കും. ഇവിടെ നീക്കുമ്പോൾ ആ ഭാഗത്തുള്ള കളറിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ചിത്രഭാഗം ട്രാൻസ്പെറന്റ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയി പോയ കാരണം ബാക്കിലെ ഇമേജുമായിട്ട് ഒരു എന്താ പറയാ, ഒരു മിംഗ്ലിങ് സാധ്യമായിട്ടുള്ളതും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കാം. സെലക്ഷന് സാധാരണഗതിയിൽ സ്വീകരിക്കാവുന്ന എല്ലാം ഈ പാച്ച് ടൂളിനും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. യൂസ് പാറ്റേൺ എന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെലക്ഷന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് നമുക്ക് തരുന്ന പാറ്റേണുകളെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ 2 പാറ്റേണുകളേ ഉള്ളൂ. കൂടുതൽ പാറ്റേണുകളെ നമുക്ക് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പാറ്റേണുകളെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് ചിത്രത്തിലെ വളരെ ഒരു എന്താ പറയുക, അബ്സ്ട്രാക്ട് ഇമേജസ് നിർമ്മിക്കുന്നതിനും ഒരു ആർട്ടിസ്റ്റിക് ഒരു കൊളാഷ് ഇഫക്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. യൂസ് പാറ്റേണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷനകത്ത് ഇതുപോലുള്ള ഒരു നമ്മുടെ സെലക്ഷന്റെ പാറ്റേണിന്റെ ഒരു ചെറിയ രൂപം സെലക്ഷൻ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പാച്ച് ടൂള് ഫോട്ടോ റീസ്റ്റോറേഷനിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ടൂളാണ്. വൈഡ് ഏരിയയിൽ ഉപയോഗപ്പെടുത്തുന്ന വളരെ വിദഗ്ധമായ ഒരു ടൂളാണ് പാച്ച് ടൂള്. പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാനും തീർക്കാനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പാച്ച് ടൂളിന്റെ ഒരു ഉദാഹരണത്തിന് നമ്മളോട് ഈ കാണുന്ന ചിത്രത്തിൽ ഇപ്പൊ ഈ ഒബ്ജക്റ്റിനെ, ഈ സ്ത്രീ രൂപത്തെ ഇവിടെ ഇരുന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിക്കാം. പാച്ച് ടൂൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല, മറ്റേതെങ്കിലും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന് വേണ്ട വിധത്തിൽ സെലക്ട് ചെയ്യാം.
അതിനുശേഷം പാച്ച് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം അല്പം നീക്കി വയ്ക്കാം. നീക്കി വെക്കുമ്പോൾ കൺട്രോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് നീക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒബ്ജക്റ്റിനെ നീക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ഷൻ ഏതാണ്ട് അതേപോലെ തന്നെ അത് കവർ ചെയ്യുന്ന നിലയ്ക്ക് സെലക്ഷൻ ചെയ്യുക. അതിനുശേഷം പാച്ച് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം നീക്കി വയ്ക്കുക. നീക്കി വെക്കുമ്പോൾ കൺട്രോൾ കീ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ രീതിയിൽ സെലക്ഷൻ കറക്റ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ആ രണ്ട് ഒബ്ജക്റ്റുകളെ നമ്മൾ നീക്കി. ഇനി താഴെ കാണുന്ന ഈ രണ്ട് ഒബ്ജക്റ്റുകളെ യഥാവിധം നമുക്ക് വളരെ സ്മോൾ ആയിട്ടുള്ള സംഗതികൾ ഉപയോഗിച്ച് നീക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ട് ഫോട്ടോകളും മറ്റും സ്കാൻ ചെയ്യുമ്പോഴും സ്കാനറിലെയും മറ്റും അഴുക്കുകൾ കാരണം നമുക്ക് ഫോട്ടോയുടെ ആ ഇമേജിൽ അഴുക്കുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള സംഗതികളെല്ലാം നമുക്ക് ഇതുപോലെ നീക്കി വെക്കാനായിട്ട് സാധിക്കും.